എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ചെമ്മീൻ പുട്ട്. അതിനാവശ്യമായ സാധനങ്ങൾ: 3/4 കപ്പ് വെള്ളം, ആവശ്യത്തിന് ഉപ്പിട്ട് തിളപ്പിക്കുക. തിളച്ചതിന് ശേഷം തീ ഓഫാക്കുക. ഇങ്ങനെ ചൂടുവെള്ളം കൊണ്ട് മാവ് നനച്ചെടുത്താൽ നല്ല സോഫ്റ്റായിട്ടുള്ള പുട്ട് നമുക്ക് കിട്ടും. തീ ഓഫാക്കിയതിന് ശേഷം 1/2 കപ്പ് മാവിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. മാവ് എപ്പോഴും കൂടുതലായിട്ട് നിൽക്കണം, വെള്ളം കൂടാൻ പാടില്ല. കാരണം നമ്മുടെ കൊഞ്ച് തോരനിട്ട് ഇളക്കുമ്പോൾ മാവിന് വെള്ളാംശം കൂടും. അതുകൊണ്ട് മാവ് എപ്പോഴും ഡ്രൈ ആയി തന്നെ നിൽക്കുക. വെള്ളം കുറച്ച് വേണം കിണ്ടിയെടുക്കാൻ. ഈ പരുവത്തിന് മാവ് നനച്ചെടുക്കുക. ഇത് ചെമ്മീൻ തോരനാണ്. ഇതിൻ്റെ റെസിപ്പി ഉടനെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ഞാനിടുന്ന റെസിപ്പിയൊക്കെ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെയും എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണേ. പുട്ടിന് മാവിടുന്ന സമയത്ത് അതിനിടയ്ക്കിടാൻ വേണ്ടിയിട്ട് കുറച്ച് ചെമ്മീൻ തോരൻ മാറ്റി വയ്ക്കുക. ബാക്കി വരുന്ന അരപ്പ് നനച്ചു വച്ചിരിക്കുന്ന മാവിലിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായി മിക്സ് ചെയ്തെടുക്കുക. കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. മാവിന് വെള്ളം ഒരിക്കലും കുറഞ്ഞു പോകരുത്. ഈ പരുവത്തിന് മാവ് നനച്ചെടുക്കുക. പുട്ട് വയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, പുട്ടിന് മാവ് ഇടുന്നതിന് മുന്നേയായി പുട്ട് കുറ്റി വെള്ളം കൊണ്ട് നനച്ചിരിക്കണം. എന്നാലേ പുട്ടിൻ്റെ മാവ് കുറ്റിയിൽ പറ്റി പിടിക്കാതിരിക്കുകയുള്ളൂ. ചില്ലിട്ട് ആവശ്യത്തിന് തേങ്ങയിട്ട് മാവ് കോരിയിടുക. വീണ്ടും ആവശ്യത്തിന് തേങ്ങ ഇടുക. അതിന് മുകളിൽ ചെമ്മീൻ തോരനിടുക. വീണ്ടും മാവ് കോരിയിടുക. അതിന് മുകളിൽ ആവശ്യത്തിന് തേങ്ങയോടെ ഇടുക. ഈ സമയത്ത് തന്നെ പുട്ടുക്കലയത്തിൽ വെള്ളം വെച്ച് തിളപ്പിക്കുക. തീ എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വേണം ഇടാൻ. ഹൈ ഫ്ലെയിമിലായാൽ പുട്ട് തള്ളുമ്പോൾ പുട്ട് പൊടിഞ്ഞു പോകും. അതുകൊണ്ട് എപ്പോഴും തീ മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ പുട്ട് വയ്ക്കണം. പുട്ടിന് ആവി വന്ന് ഒരു 2 മിനിറ്റെങ്കിലും പുട്ട് വേവാൻ വെച്ചിരിക്കണം. എന്നാലേ നല്ല സോഫ്റ്റായിട്ടുള്ള പുട്ട് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ പൊടിഞ്ഞു പോകും. പുട്ടിന് ആവി വന്നിട്ടുണ്ട്. ഏകദേശം 2 മിനിറ്റ് കൂടുതൽ വെന്തിട്ടുണ്ട്. ഞാനിവിടെ പുട്ട് തള്ളാൻ ഉപയോഗിക്കുന്നത് ചപ്പാത്തി കമ്പിട്ടാണ്. നിങ്ങളും അങ്ങനെ എന്തെങ്കിലും ചപ്പാത്തി കമ്പോ പപ്പട കുത്തിയോ എന്തെങ്കിലും വെച്ച് തള്ളിയാൽ മതി. സ്വാദിഷ്ടമായ ചെമ്മീൻ പുട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ കമൻറ്റായി അറിയിക്കുക. ഈ പുട്ട് കഴിക്കാൻ പ്രത്യേകിച്ച് കറിയുടെ ആവശ്യമൊന്നുമില്ല. ഞാൻ പിന്നെ 2 തൈര് മുളക് വറുത്തെടുത്തിട്ടുണ്ട്. ഞാൻ അപ്ലോഡ് ചെയ്ത ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതിലും നല്ലൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയിൽ. ബൈ ഫ്രം ഡിപ്പു സുമി.